ഹലോ, വെൽക്കം ടു നേച്ചർ അറൗണ്ട്. എൻ്റെ കഴിഞ്ഞ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ വാങ്ങാനായിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു നഴ്സറിയിൽ പോയിരുന്നു. അപ്പോൾ ആ നഴ്സറി വിസിറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര പഞ്ചായത്തിലെ കണ്ണമ്പ്ര ജംഗ്ഷനിൽ തന്നെയാണ് ഈ നഴ്സറി ഉള്ളത്. കണ്ണമ്പ്ര പുതുക്കോട് റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നഴ്സറി വരുന്നത്. ചിന്നൂസ് ഗാർഡൻ ആൻഡ് നഴ്സറി എന്നാണ് ഈ നഴ്സറിയുടെ പേര്. ഇത്രയും ചെടികളുടെ കളക്ഷനുള്ള വലിയൊരു നഴ്സറി ഈ ലൊക്കാലിറ്റിയിൽ വേറെ ഇല്ല. പിന്നെ കുറച്ച് ചെറിയ നഴ്സറികളൊക്കെ NHന്റെ സൈഡിലായിട്ടുണ്ട്. ഇത്രയും നല്ലൊരു നഴ്സറി ഇവിടെ ഉള്ളതായിട്ട് ഈ ലൊക്കാലിറ്റിയിലുള്ള പലർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ചെടികൾ വാങ്ങാനായിട്ട് ആശ്രയിക്കുന്നത് മണ്ണൂത്തിയിലും മാടക്കത്തറയിലുള്ള നഴ്സറികളെയാണ്. ഈ നഴ്സറി ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 13 വർഷമായി. മിക്ക ചെടികളും ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി വിലയും കുറവാണ്. ചെടികൾ മാത്രമല്ല കേട്ടോ, ചട്ടികളും ചെടികൾ നടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, വളം, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് നഴ്സറിയുടെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്നത് പിങ്ക് സിങ്കോണിയത്തിന്റെ മദർ പ്ലാന്റ് ആണ്. എത്ര വലുതാണെന്ന് നോക്കൂ. ഇവിടെ എല്ലാതരം ചെടികളും ഉണ്ട് കേട്ടോ. വാട്ടർ പ്ലാന്റ്സ്, വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെടികൾ, ഹാങ്ങിങ് പ്ലാന്റ്സ്, ഇൻഡോർ വെക്കാൻ പറ്റുന്ന നല്ല ഫോളിയേജ് പ്ലാന്റ്സ്, പിന്നെ നല്ല ഭംഗിയുള്ള ഓർക്കിഡുകൾ എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഓർക്കിഡ് കളക്ഷൻ.
പിന്നെ അത്യാവശ്യം കാക്ടസ്, സക്കുലൻസ് വിഭാഗത്തിൽ വരുന്ന ചെടികളുടെ ഒരു കളക്ഷനും ഇവിടെ സെയിലിനുണ്ട്. അതുകൂടാതെ ബിഗോണിയയുടെ വലിയൊരു കളക്ഷൻ ചെടികൾ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. പിന്നെ അറോയിഡ്സ് ആയിട്ടുള്ള ആന്തൂറിയം, പീസ് ലില്ലി, പോത്തോസ്, സിങ്കോണിയം, അഗ്ലോണിമ, ഡൈഫൻബാച്ചിയ, സാന്തസോമ, സി പ്ലാന്റ്, ഫിലോഡെൻഡ്രോൺ, അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട്. ഫിലോഡെൻഡ്രോണിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ കലാത്തിയയുടെയും സ്പൈഡർ പ്ലാന്റ് വെറൈറ്റീസിൻ്റെയും ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷനും ഇവിടെ ഉണ്ട്. മിക്ക ചെടികളുടെയും പല സൈസിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. സൈസ് മാറുന്നതിനനുസരിച്ചിട്ടാണ് വിലയിൽ വ്യത്യാസം വരുന്നത്. പലതരം ഫലവൃക്ഷങ്ങൾ, തെങ്ങ്, മാവ്, പ്ലാവ്, ജാതി, പിന്നെ പലതരം മുളവർഗത്തിൽ പെടുന്ന ചെടികൾ, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പലതരം പാമുകളുടെയും ഫേൺസിൻ്റെയും ഒക്കെ നല്ലൊരു കളക്ഷനും ഇവിടെ ഉണ്ട്. വെർട്ടിക്കൽ ഗാർഡന് വേണ്ട ചെടികളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം പച്ചക്കറി ചെടികളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ക്യാബേജ്, കോളിഫ്ലവർ, മുളക്, വഴുതിന, ഇതിൻ്റെയൊക്കെ ചെടികൾ ഇവിടെ ഉണ്ട്. ഈ നഴ്സറിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ജോർജേട്ടനാണ് ഈ നഴ്സറിയുടെ ഓൾ ഇൻ ഓൾ. തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഈ നഴ്സറി നടത്തിപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ താമസമാക്കിയതാണ്. സാന്തസോമ അല്ലേ? പൂ കണ്ടിട്ട് പിന്നെ പൂ ഉണ്ടാവുന്നുണ്ട്. അതെന്താണ്? സ്നേക്ക് പ്ലാന്റ് അല്ലേ? കുഴല് പോലെ ഉണ്ട്. അത് വീതിയുണ്ട്. ഇത് ഇല അത് നീളം വരില്ല, അത് ഇല നീളം പറഞ്ഞത്. പിന്നെ ഇത് മഞ്ഞ അല്ല, ഇത് മഞ്ഞ പറഞ്ഞത്. മഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞല്ല, എൻ്റെ അടുത്ത് ഇതുണ്ട്, അത് പച്ച. ഇത് ഡിമാൻഡ് കൂടുതലുള്ളത് ഇതൊക്കെയാണ്. ഇത് മഞ്ഞ, ഇത് കണ്ടില്ലേ, ഇത് ഷെയ്ഡ് ശരിക്കുള്ള മഞ്ഞ, ഇത് ഷെയ്ഡ് കുറച്ച് പോലുള്ള മഞ്ഞ അല്ല, രണ്ടും ഒന്നല്ല. അല്ല, ഇത് പുതിയതാണ്. ഇത് എനിക്ക് ഇതിൽ നിന്ന് ഇനം തിരിഞ്ഞ് കിട്ടിയത്. ഇത് ചിലടത്തൊക്കെ ഉണ്ടാവും, ചിലടത്ത് ഇത്തിരി നീളം വരുന്നൊക്കെ പുതിയതാണ്. പെട്ടെന്ന് നല്ല അതിന് കുറച്ച് കഴിക്കാൻ വഴി കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വള്ളിയാവുണ്ടോ? വള്ളിയാവാനോ സമയമുള്ളൂ, വളരെ വള്ളിയാവണം തന്നെയാണല്ലേ? വള്ളി നേരിട്ട് പൊങ്ങി വരും. പക്ഷെ അവിടെ കുറുകയാണ് അതില് പെടുന്ന അതേപോലെ ഉള്ളതാണ്. അതിനെക്കാലം അതില് രണ്ട് വെറൈറ്റി ഉണ്ട്. ഇതിലേക്ക് രണ്ട് വെറൈറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. വില അതിനപ്പുറത്തിരിക്കണ ഒരു വെറൈറ്റി അതിൽ വരുന്നേ. അഗാവെ വെറൈറ്റിയിൽ 2-3 ചെടികൾ ഞാനിവിടെ കണ്ടു. അതിൽ ഒരു വെറൈറ്റിയിൽ പൂ വന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത്.
ജോർജേട്ടൻ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ബോൺസായികളാണിത്. അതിൽ തന്നെ ഏകദേശം 30 വർഷം പ്രായമുള്ള ഒരു ബൊഗൈൻവില്ലയുടെ ബോൺസായാണിത്. നഴ്സറിയുടെ മുകളിൽ സെയിൽസിന് വെച്ചിട്ടുള്ള ചെടികൾ കൂടാതെ താഴത്തേക്ക് നോക്കത്താ ദൂരം നിറയെ ചെടികളാണ്. പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെറിയ ചെറിയ കവറുകളിലാക്കി വെച്ചിട്ടുള്ള നിറയെ ചെടികൾ നമുക്ക് താഴത്തോട്ട് കാണാം. മരാന്ത വിഭാഗത്തിൽ വരുന്ന ഒരു ചെടിയുടെ മദർ പ്ലാന്റ് ആണിത്. 8-10 അടി ഹൈറ്റെങ്കിലും അതിന് കാണും. ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ നഴ്സറിയുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.